സമയം രാവിലെ 8:30. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അമ്മയോട് ചോദിക്കുമല്ലോ, വളിച്ച് ഇഡലിയോ സാമ്പാറോ വല്ലോ ഒക്കെ ആയിരിക്കും. ആ ബെസ്റ്റ്. ഇന്നത്തെ കിച്ചൺ ടീമേ അച്ഛനും മോനുമാണ്, മറന്നോ? അയ്യോ എടാ മോനെ, നോക്കടാ അച്ഛനാടാ. പറ. നമ്മളാ നിന്ന് കിച്ചൺ ഡ്യൂട്ടി. എന്താ ഉണ്ടാക്കുക? ദോശ ആക്കിയാലോ? മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഓ, അവള് കലക്കിയതല്ലേ, അതൊന്നും വേണ്ട. ദോശ ഇടലല്ലാന്ന് ഇപ്പൊ എന്താ? വെറൈറ്റി എന്തേലും പിടിക്കണം. ഉപ്പുമാവ് എങ്ങനെയുണ്ട് അറിയാവോ? സമയം രാവിലെ 9:30. ഇതെന്താ സാധനം? പുട്ട്. ഉപ്പുമാവ്. ഉപ്പുമാവ് കൊള്ളാം. കൊള്ളാല്ലേ? എൻ്റെ അമ്മയോടും കൂടെ പറ, അവക്കന്നെ ഒരു വിലയില്ല. അതല്ല, എന്തായാലും കൊള്ളാം. വായി വെക്കാൻ പറ്റണല്ലോ അച്ഛാ. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. ചിലപ്പോൾ പറയും കൊള്ളാം, ചിലപ്പോൾ പറയും കൊള്ളത്തില്ല. എന്തത്? ഇതിൽ ഉപ്പ് തീരില്ലല്ലോ. അതെ, അതിനകത്ത് തന്നെ ഉപ്പിടുന്നേ എൻ്റെ പേരിലല്ലേ ഉള്ളൂ. എന്തുവാ എൻ്റെ മോനും കൊച്ചുമോനും കൂടെ ഉണ്ടാക്കിയേ? കേസരിയാന്നോ? ഓ, ഇതിന് മധുരം തീരെ ഇല്ലല്ലോ. അച്ഛന് ഷുഗർ ആയതുകൊണ്ട് ഞാൻ അവനെ ഇടായിരുന്ന. ഇവൻ ഉപ്പുമാവെന്ന് വിളിച്ചാ പോരെ? അങ്ങനെ വിളിച്ചോ? സമയം രാവിലെ 10 മണി. ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ പ്രശ്നം? മകൾ മീര. ഞങ്ങൾ രാവിലെ മുതൽ വിശന്നിട്ടിരിക്കുക ബിഗ് ഹൗസ്. പക്ഷേ ഇപ്പോഴാണ് ഫുഡ് കിട്ടുന്നത്. അതാണെങ്കിൽ വായി വെക്കാനേ പറ്റണില്ല. എന്ത് പറ്റി അച്ഛൻ? ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി ചെയ്യണ്ടേ? വലിയ കുഴപ്പമൊന്നുമില്ല സാറേ, വേണേ കഴിക്കാനുള്ളേ ഉള്ളൂ. എന്നാലും സോറി. ക്യാപ്റ്റൻ, ഇതിന് ഒരു പരിഹാരം കാണുക. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ബിഗ് ഹൗസ്. ഇവിടെ അച്ഛൻ, അമ്മ, മോൾ, മോന് അങ്ങനെ ആരും ഇല്ല. മൂത്തച്ഛൻ? മുത്തച്ഛനും ഇല്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കി തരാം. അത് പറ്റില്ല. അതിനാ ഞാൻ ഇത്തവണ അത് റേഷനിലുള്ള മുട്ടയാണ്. ഇത് രണ്ടും നിങ്ങൾ പറഞ്ഞാൽ എന്താ ശരിയാവുക? അതെ, ഈ കിച്ചൺ പണി എന്ന് പറഞ്ഞാലേ നല്ല പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടത്. അതാണ് കിച്ചൺ ടീമിന്റെ മിടുക്ക്. എനിക്ക് മിടുക്ക് കുറവാടി. ബോഡിന്നൊന്നും വിളിക്കരുത് കേട്ടാ. പിന്നെ നിന്നെ കെട്ടില്ലമ്മാന്ന് വിളിക്കാം. അലമ്പുണ്ടാക്കാനാണെങ്കിൽ ഇവിടെ വരല്. വീട്ടിൽ തന്നെ അലമ്പുണ്ടാക്കിയ പോരായിരുന്നാ? പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? ഇവളും മര്യാദയ്ക്ക് സംസാരിക്കും. 30-ാം ദിവസം വൈകിട്ട് 4 മണി. ശ്രദ്ധിക്കുക, എല്ലാവരും കൺഫെഷൻ റൂമിൽ വന്ന് എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളെ നോമിനേറ്റ് ചെയ്യുക. അമ്മ, ഇത്തവണ ആര് പുറത്തു പോകാനാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പിള്ളേരുടെ അച്ഛനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം, കിച്ചണിൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമായിട്ടാണ് ഇടപെടുന്നത്. പിന്നെ വൃത്തി, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒട്ടും വൃത്തിയില്ല. ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ല. എൻ്റെ അഭിപ്രായത്തിൽ മുത്തച്ഛനെ ഔട്ടാക്കണം എന്നാണ് ബിഗ് ഹൗസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആളുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഭയങ്കര ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് ആൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ ഒരു ഗെയിമിൽ തൊടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. കൊച്ചുമോൻ, അവൻ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, വളരെ അധികാരത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. അവനെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം തോന്നുന്ന അച്ഛൻ്റെ പ്രകടനമാണ്. അമ്മ ചെയ്യുന്ന വർക്കിൻ്റെ പകുതി പോലും ഒരു എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നിയില്ല. ഭയങ്കര മടി കാണിക്കുന്നൊക്കെ പോലെ. അദ്ദേഹം പോട്ടെ, അദ്ദേഹം പോകുന്നതാണ് നല്ലത്. അദ്ദേഹത്തെ കൊണ്ടൊരു ഉപയോഗമില്ല. ഞാൻ എന്നെ തന്നെ എലിമിനേറ്റ് ചെയ്യുക ബിഗ് ബോസ്. മടുത്ത്. എനിക്ക് പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ശ്രദ്ധിക്കുക, ആർക്കും സ്വയം നോമിനേറ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നാ അവളെ വിടാവോ?